ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അത് CPM-ലും വലിയ രീതിയിലുള്ളൊരു ചർച്ചയായിട്ടുണ്ട്. എന്തൊക്കെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു പക്ഷേ ഒരു തിരിച്ചുവരവാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ CPM-നെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യമാണോ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി അവർ കരുതുന്ന, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറൊക്കെയായി കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്ന KK ശൈലജ ടീച്ചർക്കെതിരെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. KK ശൈലജ ടീച്ചർ നമുക്കറിയാം, എപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പോലും ഒന്ന് അറ്റാക്ക് ചെയ്യാൻ മടിക്കുന്ന ഒരു വ്യക്തിയാണ് KK ശൈലജ ടീച്ചർ. കാരണം നമുക്കറിയാം, ടീച്ചറമ്മ എന്ന വിളിപ്പേരിന് അർഹയായിട്ടുള്ള, അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തും അതിനു മുമ്പും ഒക്കെ ആരോഗ്യമന്ത്രി, മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സ്തുത്യർഹമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു എന്ന നിലയിൽ വലിയ പ്രചാരണങ്ങൾ KK ശൈലജ ടീച്ചർക്ക് വേണ്ടി CPM നടത്തിയിരുന്നു. അതിൽ ഒരു പരിധിവരെ മലയാളികൾ അത് ഇഷ്ടപ്പെടുകയും, അല്ലെങ്കിൽ KK ശൈലജ ടീച്ചർ നല്ലൊരു മന്ത്രിയായിരുന്നു, അവരെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമോ എന്ന ഭയത്തെ തുടർന്ന് പിണറായി വിജയൻ ഒതുക്കിയതാണ് എന്ന നിലയിലൊക്കെയുള്ള ചർച്ചകൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും വലിയ വിവാദങ്ങളിലൊന്നും പെടാതെ ഒരു നല്ല നേതാവ്, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തൊരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ തന്നെയാണ് പലപ്പോഴും മലയാളികൾ KK ശൈലജ ടീച്ചറെ കണ്ടിട്ടുള്ളത്. CPM-ൻ്റെ പല നേതാക്കൾക്കെതിരെ വലിയ കടന്നാക്രമണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ നടത്തുമ്പോഴും ശൈലജ ടീച്ചർക്കെതിരെ അത്രയും വലിയൊരു ആക്രമണമൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലിട്ടിരിക്കുന്ന പോസ്റ്റ് ഒരു PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്താപമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണെന്ന കള്ളം ശൈലജ ടീച്ചർ പറയുന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്കൊരു മടിയുമില്ല. ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും അതില്ല എന്നും അതിന് കാരണം LDF സർക്കാരാണെന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ദത്തെയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പെൻഷൻ വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന് MM മണി പറയുന്നതിൻ്റെ നാടകീയ വെർഷനാണ് ശ്രീമതി ശൈലജ പറയുന്നത്. ഈ പെരുന്നോളം നാട് തിരിച്ചറിയുമെന്ന് പറഞ്ഞ് ഒരു കള്ളിയാണ് KK ശൈലജ എന്ന നിലയിലേക്ക് തുറന്ന് അടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പോസ്റ്റ്. നേരത്തെ രേഷ്മ ചോദിച്ചതുപോലെ തന്നെ രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ, അതായത് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും താൻ മനസ്സുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവാണ് എന്നും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അടിയുറച്ച് ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ് അണികൾക്കും അനുഭാവികൾക്കും നേതാക്കൾക്കും കൃത്യമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തത്, CPM-നോട് രാഹുലിൻ്റെ വലിയ പകയാണ്. ഇപ്പോൾ പക വർദ്ധിച്ചിട്ടുണ്ട്. കാരണം 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നു. ഈ ലൈംഗികാരോപണ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സർക്കാരും പോലീസും ഒക്കെ രാഹുലിൻ്റെ പിറകെ ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ഒരു യുവ MLA-യുടെ മുഴുവൻ കരിയറും സമൂഹത്തിലുണ്ടായിരുന്ന മതിപ്പും ഒക്കെ ഇടിച്ചു കളയാൻ ഒടുവിൽ ജയിലിലിടാൻ പോലും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വൈരാഗ്യം, വലിയ അമർഷം, വലിയ പക രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഉപോൽപ്പന്നം എന്ന നിലയിലാണ് രാഹുൽ ഈ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് അടൂർ പ്രകാശിനെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു, അടൂർ പ്രകാശിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ തന്നെ ഒരു വലിയ തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാഥമികമായിട്ട് ഈ പോസ്റ്റ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം മറ്റൊരു കോൺഗ്രസ് അവിടെ ഒരു ചോദ്യം അതായത് അവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? കാരണം ഒന്നാമത്തെ, നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താണ്. അല്ല, ഇത് ബുദ്ധിപരമായ ഒരു നീക്കമാണ് രാഹുൽ നടത്തുന്നതെന്ന് പറയാതെ വയ്യ. കാരണം രാഹുൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല, ഒരു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗം പോലുമല്ല ഇപ്പോൾ. എന്നിട്ടും അയാൾ കോൺഗ്രസിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പോലെയുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തുമ്പോൾ അയാളെ കോൺഗ്രസിന് തള്ളിപ്പറയാൻ പറ്റില്ല, എടുക്കാനും കഴിയില്ല. കാരണം എടുക്കില്ല എന്നുള്ളത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം രാഹുൽ ഒരു കോൺഗ്രസ് നേതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ഉയർന്നു വരുമെന്നൊന്നും രാഹുൽ പറഞ്ഞിട്ടില്ല. രാഹുൽ ശൈലജ ടീച്ചറെ കടന്നാക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിൻ്റെ അനുഭാവികൾക്കിടയിൽ, കോൺഗ്രസിൻ്റെ അണികൾക്കിടയിൽ, സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് പോരാളികൾക്കിടയിലൊക്കെ ഒരു വലിയ തരംഗം രാഹുലിന് അനുകൂലമായി
രാഷ്ട്രീയപരമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് രാഹുൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, പാർട്ടി പുറത്താക്കുന്ന നേതാക്കൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന പല നേതാക്കളും, പുറത്താക്കപ്പെട്ട പല നേതാക്കളും CPM-ലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന BJP-യിലേക്കോ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കെ സുധാകരൻ്റെ വിശ്വസ്തനായിരുന്ന സുധീർ, അദ്ദേഹം നേരെ BJP-യിലേക്ക് പോയിട്ട് തൊട്ടടുത്ത നിമിഷം BJP-യെ വാഴ്ത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം കേൾക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന പരാതി രാഹുലിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും താൻ അടിയുറച്ചൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ്സുകാരനായി, മനസ്സുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനായി ഞാൻ ഉണ്ടാകും, ഞാൻ രാഷ്ട്രീയപരമായ വഞ്ചന കാണിക്കില്ല, CPM-ലേക്കോ BJP-യിലേക്കോ പോവുകയില്ല, കോൺഗ്രസ് എന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ തിരിച്ചെടുത്തോളൂ, ഞാൻ വേറെ എവിടെയും പോകില്ല എന്ന നിലയിലുള്ള തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുലിൻ്റെ ഈ പോസ്റ്റ്. അതായത് എത്ര പാർട്ടി നേതൃത്വം പുറത്താക്കിയെന്ന് പറഞ്ഞാലും, തന്നെ തിരിച്ചെടുക്കില്ല എന്ന് സ്റ്റാൻഡ് എടുത്താലും, തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞാലും, താൻ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് കൃത്യമായി രാഹുൽ പറയാം. നോക്കുക, ഇത് CPM-നെ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. കാരണം മറ്റൊരു കോൺഗ്രസ് നേതാക്കളും, ഇപ്പോൾ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, പുതുയുഗ യാത്ര എന്ന പേരിൽ UDF-ൻ്റെ ഒരു യാത്ര VD സതീശൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ CPM-ൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ വികസന മുന്നേറ്റ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യാത്രകൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ അധിക സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഏറിപ്പോയാലൊരു 3 മാസം മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. കോൺഗ്രസ് ആണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ പുതുയുഗ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഓരോ ജില്ലകളിലെയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. UDF ആണെങ്കിൽ PV അൻവറിൻ്റെ പേര് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അദ്ദേഹം പ്രചാരണവും തുടങ്ങി. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും ഒക്കെ ബഹുദൂരം മുന്നിൽ നിൽക്കുക എന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വെട്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തില്ല. തീർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. കാരണം സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ടാൽ രാഹുൽ അവിടെ തീർന്നു. അപ്പോൾ രാഹുൽ സ്വാഭാവികമായിട്ടും ഞാനൊരു കോൺഗ്രസ്സുകാരനായി ഇവിടെ ഉണ്ട്, എന്നെ തിരിച്ചെടുക്കൂ, എന്നെ വിളിക്കൂ എന്ന നിലയിൽ രാഷ്ട്രീയപരമായൊരു ഇടപെടൽ നടത്തുകയും, മറുവശത്ത് മറ്റ് കേസുകൾ കോഷ് ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന കേസുകളിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുകയും, മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിയമം പാലിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആ നിലയിലുള്ള നിയമ നടപടികളും കടുപ്പിച്ച് താൻ അഗ്നിശുദ്ധി വരുത്താൻ ശ്രമിക്കുകയാണ് എന്നൊരു ഇമേജ് ഒരു വശത്തുണ്ടാക്കുകയും, മറുവശത്ത് താൻ അടിയുറച്ചൊരു കോൺഗ്രസ് നേതാവായി തന്നെ ഇവിടെ ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പ്, അതായത് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത തെളിയിക്കുന്നതിലേക്കാണ് രാഹുൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുലിന് ഒരിക്കലും രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോഴും അദ്ദേഹം പാലക്കാടിൻ്റെ MLA ആണ്. അദ്ദേഹത്തെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയെ ഉപയോഗിച്ച് അയോഗ്യരാക്കാനുള്ള നീക്കമൊന്നും എവിടെ എത്തില്ല എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം. ഇനി നിയമപരമായി ഇപ്പോൾ നിലനിൽക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതലൊന്നും അദ്ദേഹത്തെ ചെയ്യാനുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വന്നേ പറ്റൂ. അത് അദ്ദേഹത്തിൻ്റെ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുക, ഞാനൊരു ഉറച്ച കോൺഗ്രസിൻ്റെ പോരാളിയായി ഇവിടെ ഉണ്ട്, എന്നെ നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് പറയാതെ പറയുകയാണ് രാഹുൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് CPM-നെ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട് ഈ പോസ്റ്റ്. മറ്റൊരു കോൺഗ്രസ് നേതാവും KK ശൈലജയെ ഈ സമയത്ത് ഇങ്ങനെ കടന്നാക്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകൾ വലിയൊരു അളവിലും സൈബർ CPM-കാരാണ്. അവരിപ്പോഴും ഈ സ്ത്രീ പീഡകൻ, ഗർഭം കലക്കി എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവിടെ രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ. എന്താണെന്നറിയോ, രാഹുലിൻ്റെ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ വിധത്തിൽ പുറത്തു നിൽക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ രാഹുലിന് 24 ന്യൂസിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനും അതുവഴി വലിയ ജനപിന്തുണ ആർജിക്കാനും ഒക്കെയുള്ള കാരണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ബഹുമാനപ്പെട്ട കോടതിയാണ്. ബഹുമാനപ്പെട്ട കോടതികളാണ് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകുകയും നോട്ട് അറസ്റ്റ് നൽകുകയും രാഹുലിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ രാഹുലിന് അനുകൂലമായ നിരീക്ഷണങ്ങൾ പുറപ്പെടുവിക്കുകയും രാഹുലിനെതിരായിട്ട് ഒരു വാക്ക് പോലും ഇപ്പോൾ ഹൈക്കോടതി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ വീണ്ടും രാഹുലിനെതിരെ ഈ കമൻറ്റ് ബോക്സുകളിലൊക്കെ തെറിവിളികളുമായിട്ട് സൈബർ സഖാക്കൾ വരുമ്പോൾ, ഇത്തരം വിഷയങ്ങളിൽ തന്നെ രാഹുൽ പിടിക്കുമ്പോൾ, രാഹുലിനെതിരായിട്ട് സൈബർ സഖാക്കൾ കളത്തിലിറങ്ങുമ്പോൾ വീണ്ടും രാഹുലിനെ വേട്ടയാടുന്നു എന്നൊരു ഇമേജ് രാഹുലിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അത് സ്വാഭാവികമായും രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ രാഹുലിന് അനുകൂലമായൊരു തരംഗമുണ്ടാക്കും, അല്ലെങ്കിൽ രാഹുലിനെ കൂടുതൽ ആളുകൾ
പിന്തുണയ്ക്കാൻ കാരണമാകും. കോൺഗ്രസിന് അനുകൂലമായ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ, കോൺഗ്രസ് നേതാക്കൾക്ക് അനുകൂലമായി നിലപാടെടുത്തതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ CPM വേട്ടയാടുകയാണ് എന്ന ധ്വനി സമൂഹത്തിന് കൊടുക്കാൻ രാഹുലിന് ഈ നീക്കത്തിലൂടെ കഴിയും. അതുകൊണ്ട് വളരെ തന്ത്രപരമായി, വളരെ ബുദ്ധിപരമായി രാഹുൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള കളമൊരുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പോസ്റ്റുകൾ എന്നാണ് ഞാൻ കരുതുന്നത്. രേഷ്മ, ഈ പോസ്റ്റ് ഇട്ടതിനെതിരെ CPM-ലെ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരണം നടത്തി? അല്ല, ഇത് KK ശൈലജ ടീച്ചർ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KK ശൈലജ ടീച്ചർ തന്നെ ഇതിലൊരു വിശദീകരണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഈ മുന്നേറ്റ യാത്രയുണ്ടല്ലോ, വികസന മുന്നേറ്റ യാത്ര, അതിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു പരിപാടിക്കിടയിൽ KK ശൈലജ ടീച്ചർ ഇതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ CPM-ൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ആ ആളുകളുമായി സംസാരിച്ചപ്പോൾ നമ്മുടെ പദ്ധതി എന്ന നിലയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതും കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്നതിനെതിരെയാണ് താൻ സംസാരിച്ചത് എന്ന നിലയിലൊക്കെ ശൈലജ ടീച്ചർ പറഞ്ഞതായിട്ടുള്ള ചില ക്ലിപ്പുകൾ ഞാൻ കണ്ടിരുന്നു. പൂർണ്ണരൂപം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും CPM-ന് ഇത് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, കോൺഗ്രസ് കൊണ്ടുവന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി CPM-ൻ്റേതാണ് എന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പിഴവ് തന്നെയാണ്, ഫാക്ച്വൽ എററാണ് സംഭവം. അതുപോലെ തന്നെ ഈ പറയുന്ന നോക്കുക, ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണ്, ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഞങ്ങൾ ജനങ്ങൾക്ക് പെൻഷൻ കൂട്ടിത്തരുന്നുണ്ട് എന്ന നിലയിൽ ശൈലജ ടീച്ചർ മാത്രമല്ല ഏത് നേതാക്കളും, ഇപ്പോൾ CPM നേതാക്കളൊക്കെ പറയുന്നത് പെൻഷൻ കൂട്ടി, അലവൻസ് തരുന്നു, നിങ്ങൾക്ക് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, അതൊക്കെ CPM ആയതുകൊണ്ട് മാത്രമാണ്, കോൺഗ്രസ് ആണെങ്കിൽ അതൊന്നും ചെയ്യില്ല എന്നൊരു ധാരണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരായാലും CPM നേതാക്കളായാലും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ നോക്കുക. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ന്യായ് പദ്ധതി നടപ്പാക്കി. അവിടെ സ്ത്രീകൾക്ക് ഇപ്പോഴും ബസ്സുകളിൽ സൗജന്യമാണ്. അതുപോലെ തന്നെ അവിടെ വൈദ്യുത ബില്ലിൽ കുറവ് വന്നിട്ടുണ്ട്. BPL ലിസ്റ്റിലുള്ളവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തെലങ്കാന സർക്കാരും പല വിധത്തിലുള്ള ജനങ്ങൾക്ക് സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇളവുകൾ കൊടുക്കുന്നുണ്ട്, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും കോൺഗ്രസ് സർക്കാരുകൾ പല ജനകീയമായിട്ടുള്ള കാര്യങ്ങളും അവരവരുടെ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ഒരു സേവനവും, പെൻഷൻ കിട്ടില്ല, ആനുകൂല്യങ്ങൾ കിട്ടില്ല, നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകില്ല എന്ന് പറയുന്നതിൽ ഫാക്ച്വലായിട്ട് എററുണ്ട്. കാരണം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പല വിധത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി, അത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു അനുകരണം മാത്രമായിരുന്നു നവകേരള സദസ്സ്, നമുക്കറിയാം. പക്ഷേ നവകേരള സദസ്സ് ധൂർത്തിൻ്റെ പര്യായമായി മാറി. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ജനസമ്പർക്ക സദസ്സ് എന്ന് പറയുന്നത് കുറേ ജനകീയമായി മാറി. അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ കൂടുതൽ സേവനങ്ങൾ, കൂടുതൽ ആനുകൂല്യങ്ങൾ, കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്ന് CPM പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കോൺഗ്രസ് ഇത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അതിൻ്റെയൊക്കെ മുനയൊടിക്കുന്ന വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി എന്ന് പറയാവുന്ന കോൺഗ്രസിൻ്റെ സൈബർ അണികൾക്ക് പ്രചരിപ്പിക്കാനൊക്കെ കഴിയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിൻ്റെ നിർദ്ദേശമൊന്നുമില്ലാതെ കോൺഗ്രസിന് പുറത്ത് നിന്നിട്ടും രാഹുൽ കോൺഗ്രസിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് രാഹുലിനെ പുറത്ത് നിർത്തുന്നത്? അയാളെ ഇനി തിരിച്ചെടുത്തൂടെ? കോടതികൾ പോലും അയാൾക്ക് അനുകൂലമായിട്ട് ഉത്തരവുകൾ ഇട്ടില്ലേ, അല്ലെങ്കിൽ നിലപാടെടുത്തില്ലേ? ഇനി എന്തിനാണ് പുറത്ത് നിർത്തുന്നത് എന്ന നിലയിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു ചർച്ചയുണ്ടാകാനും അതൊരു സമ്മർദ്ദമായി നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് എത്താനും, അല്ലെങ്കിൽ നേതൃത്വത്തിന് മേലെ അതൊരു സമ്മർദ്ദമായി വരാനും, ഒടുവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ രാഹുലിൻ്റെ പ്രാഥമിക പട്ടികയിലേക്കെങ്കിലും, അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വം തിരികെ നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനും ഒക്കെ ഉള്ളൊരു ഉദ്ദേശമായിരിക്കും രാഹുൽ മനസ്സിൽ കാണുന്നത്. ഒരു പക്ഷേ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു കളമൊരുക്കലാണ് രാഹുലിൻ്റെ ഇത്തരം ഇടപെടലുകൾ എന്ന് പറഞ്ഞാലും അതിശയപ്പെടാനൊന്നുമില്ല.